എന്ത് ലാഭം കണ്ടിട്ടാ നിങ്ങൾ എന്റെ അനിയത്തിക്ക് 1 കോടി രൂപ കൊടുത്തതെന്ന് എനിക്ക് അറിയണം. എന്നിട്ട് ഞാൻ നിങ്ങളെ ഇവിടുന്ന് വിടൂ. അത് പറയാതെ മഹേശ്വരി കുഞ്ഞമ്മയെ നിന്ന നിൽപ്പുന്ന ഞാൻ അനങ്ങാൻ സമ്മതിക്കില്ല. അല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? കാണിക്കടാ. കാണിക്കേ, കാണിക്കടാ. അടുത്ത് പോവരുത്. കത്തി മാറ്റി. ഞാനിത് കയ്യിൽ കരുതിയത് നീ ഒന്ന് സത്യം പറഞ്ഞില്ലെങ്കിൽ കൊല്ലാനാ. കുത്തുമ്പോഴുള്ള അറപ്പ് മാറിക്കിട്ടാനാ ബാറിൽ പോയി 2 എണ്ണം അടിച്ചത്. അതുകൊണ്ടേ എന്നോട് കോർക്കാൻ വരാതെ മര്യാദയ്ക്കുള്ള സത്യം തുറന്നു പറ രണ്ടുപേരും. ഇനി അതല്ല ഈ ഹോട്ടലിൽ നിന്ന് ആൾക്കാരെ വിളിച്ചു കൂട്ടാനും പോലീസിനെ വിളിച്ചു വരുത്താനാണ് ഉദ്ദേശമെങ്കിൽ അതിനും എനിക്ക് സമ്മതാ. കാരണം അപ്പോൾ അവരുടെ ന്യായമായ ചോദ്യങ്ങൾക്ക് മഹേശ്വരി കുഞ്ഞമ്മയ്ക്ക് ഉത്തരം പറയേണ്ടി വരും. അത്രയും കാശ് എന്തിനാ കൊടുത്തേന്ന്. അതിൽ ഇല്ലീഗലായിട്ട് ഒന്നുമില്ലെങ്കിൽ വിളിച്ചോ, ഞാൻ സറണ്ടർ ആവാൻ റെഡിയാ. ഇല്ലീഗലായിട്ട് വിസ്മയുമായിട്ട് ഒരു ക്യാഷ് ഡീലിംഗ് നടന്നിട്ടില്ല. കൃത്യമായ എഗ്രിമെന്റ് വെച്ചിട്ടാണ് വിസ്മയ്ക്ക് ക്യാഷ് കൊടുത്തത്. ശരി, എങ്കി പറ, എന്ത് കരാറില എന്റെ അനിയത്തിയെ കൊണ്ട് നിങ്ങൾ ഒപ്പിടിപ്പിച്ചത്? കരാറിലെ വ്യവസ്ഥ എന്താന്ന് എനിക്ക് അറിയണം. സോറി, കരാറിലെ കാര്യങ്ങൾ ഞങ്ങളല്ലാതെ വേറൊരാൾ അറിയാൻ പാടില്ല എന്ന വ്യവസ്ഥയിലാണ് ഞങ്ങൾ ഒപ്പിട്ടത്. അതുകൊണ്ട് ഞങ്ങൾക്കത് പറയാൻ പറ്റില്ല. പറയിപ്പിക്കും ഞാൻ. ഇല്ലെങ്കിൽ രണ്ടിനെ കുത്തി മലർത്തിട്ട് ഞാൻ പോവും. പറഞ്ഞോ, എന്റെ അനിയത്തെ ഏതെങ്കിലും റാക്കറ്റിൽ വിൽക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ കാശ് കൊടുത്ത് കരാറുണ്ടാക്കിയത്? മുംബൈയിലെ സെക്സ് റാക്കറ്റിന് വിൽക്കാൻ വേണ്ടിയോ? അല്ലാതെ എന്ത് കണ്ടിട്ടാ വെറും ഇടത്തരക്കാരിയായ MBBS കംപ്ലീറ്റ് ചെയ്യാത്ത എന്റെ അനിയത്തിക്ക് നിങ്ങൾ ഇത്ര കാശ് കൊടുത്തത്? നിങ്ങളെ കണ്ടാൽ അറിയാലോ നിങ്ങളൊരു പെൺവാണിഭക്കാരിയായ സ്ത്രീയാണെന്ന്. എന്റെ ചേച്ചിയെ കുറിച്ച് അനാവശ്യം പറഞ്ഞു. അടങ്ങി പോരുത്. നിന്റെ ചേച്ചിയെ പോലെ പ്രിയപ്പെട്ടതാണടാ എനിക്ക് എന്റെ അനിയത്തി. പഠിക്കാൻ പോകുന്ന പെൺകുട്ടികളെ ട്രാപ്പിൽപ്പെടുത്തി വിദേശത്തേക്ക് കയറ്റി അയക്കുന്ന മനുഷ്യക്കടത്തിലെ കണ്ണികളല്ലേ നീയും നിന്റെ ഈ ചേച്ചിയും. ഇനി ഒരു അക്ഷരം നീ വേണ്ടി പോരുത്. നല്ല അന്തസ്സുള്ള തറവാട്ടി പിറന്നവരാ ഞങ്ങൾ രണ്ടുപേരും. പക്ഷെ കള്ളും കുടിച്ച സഹോദരിയുടെ പേരും പറഞ്ഞ് നീ ഞങ്ങളുടെ മുന്നിൽ വന്ന് നിന്ന് കാണിക്കുന്ന ഷോ ഉണ്ടല്ലോ, അത് ഞങ്ങളുടെ കുടുംബത്തിന്റെ സംസ്കാരമല്ല. ഞാൻ കൊടുത്ത കരാറിൽ ഒപ്പിട്ട് നിന്റെ അനിയത്തി കാശ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിന്റെ കഴിവുകേട് മാത്രമായിരിക്കും. തോന്നിവാസം പറഞ്ഞാലുണ്ടല്ലോ. തോന്നിവാസം നീയാണിപ്പോ പറഞ്ഞത്. മെഡിക്കൽ സ്റ്റുഡന്റ് ആയ നിന്റെ അനിയത്തിക്ക് കാശിന് വേണ്ടി കിടപ്പറ പങ്കിടാനേ പറ്റൂന്ന് വിശ്വസിക്കുന്ന നിന്റെ മുഖത്താടാ ആദ്യം കാർക്കിച്ചു തുപ്പേണ്ടത്. അമ്മയായാലും പെങ്ങളായാലും പെണ്ണ് വെറും ശരീരം മാത്രമാണെന്ന് വിശ്വസിക്കുന്ന നിനക്ക് ഈ മഹേശ്വരി കുഞ്ഞമ്മയുടെ മുന്നിൽ വന്ന് നിൽക്കാനുള്ള യോഗ്യത പോലുമില്ല. മനസ്സിലായോ? എന്റെ അനിയത്തി മതി ചേച്ചി, വേണ്ട. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.